സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കാനാണ്, ശുശ്രൂഷിക്കപ്പെടുവാനല്ല. അതായത് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഏകജാതൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ്. ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഈ ഒരു വചനം നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? ദൈവം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആകണമെന്നല്ലേ? എന്നാൽ നമുക്ക് ആഗ്രഹം ശുശ്രൂഷിക്കപ്പെടണമെന്നാണ്, അല്ലേ? അപ്പോൾ ദൈവത്തിനില്ലാത്ത ഒരാഗ്രഹത്തിൻ്റെ കൂടെയാണോ നീ? അതോ ദൈവത്തിൻ്റെ ആഗ്രഹം പോലൊരു ആഗ്രഹമാണോ നിന്നിൽ നിൽക്കുന്നത്? അങ്ങനെ നീ ശുശ്രൂഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അനുഗ്രഹം ദൈവം നിനക്ക് നൽകും. എൻ്റെ പാരിഷ് പ്രീസ്റ്റ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയണം, ഹെവൻ വിൽ റിവാർഡ് യു, ഹെവൻ വിൽ റിവാർഡ് യു, സ്വർഗം നിനക്ക് പ്രതിഫലം നൽകും. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ആ ഒരു വാക്ക് കേൾക്കാനുള്ള ആഗ്രഹത്തിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.